മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭഗവത്ഗീതയില് ഒരു വരിയുണ്ട്. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യേതദശേഷേണ യഥേച്ഛസി തഥാ കുരു. ശ്രീകൃഷ്ണൻ അർജുനനോട് BC 3140 അതായത് 5157 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഭഗവത്ഗീത, ഉപദേശിച്ചു കൊടുത്ത ഭഗവത്ഗീതയിൽ ഏതാണ്ട് 18-ാം അധ്യായത്തിലെ അവസാന ഭാഗത്തിൽ വരുന്ന ഒരു നല്ല ഇൻസ്ട്രക്ഷനാണിത്. നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രയോഗിക്കാവുന്ന ഒന്നാണ്. ഇതി തേ ജ്ഞാനമാഖ്യാതം. ഭഗവത്ഗീതയിലെ 700ഓളം വരികളിൽ 600-ൽ പരം വരികൾ ശ്രീകൃഷ്ണന്റെ വരികളാണ്. ആ ശ്രീകൃഷ്ണൻ ജ്ഞാനയോഗത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചും ഭക്തിയോഗത്തെക്കുറിച്ചും എല്ലാം വിവരിച്ച് അവസാനം അർജുനനോട് പറയുന്നതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞു അർജുന. ഇതി ഇപ്രകാരം തേ നിനക്കായിക്കൊണ്ട് ജ്ഞാനം അറിവ് ആഖ്യാതം ഞാൻ പറഞ്ഞു നിനക്കായിക്കൊണ്ട് ഇപ്രകാരം നൽകേണ്ടതായിട്ടുള്ള അറിവുകളെല്ലാം നൽകി കഴിഞ്ഞു. ഏതത് ഞാൻ പറഞ്ഞത് നീ കേട്ടതെല്ലാം അശേഷേണ വിമൃശ്യ പൂർണ്ണമായിട്ടും വിമർശന ബുദ്ധ്യാ വിശകലനം ചെയ്ത് യഥാ ഇച്ഛസി തഥാ കുരു. നിനക്കെന്ത് ശരിയെന്ന് തോന്നുന്നുവോ അത് നീ ചെയ്യുക. നിനക്കെന്ത് ശരിയെന്ന് തോന്നുന്നുവോ അത് ചെയ്യുക. ശ്രീകൃഷ്ണൻ അവിടെ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലെങ്കിൽ നിന്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞില്ല, നീ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് അവസാനത്തെ സത്യമാണെന്ന് പറഞ്ഞില്ല, ഞാനാണ് ഏകരക്ഷകൻ എന്ന് പറഞ്ഞില്ല, ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാവരുതെന്ന് പറഞ്ഞില്ല, ഞാൻ പറയുന്നതാണ് നീ ജീവിതം മുഴുവനും അനുസരിക്കേണ്ടത്, മറ്റേത് വരികൾ അനുസരിച്ചാലും അന്ത്യവിധി നാളില് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അന്ത്യവിധി നാളില് പരമമായ ചൈതന്യത്തോട് നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഞാനും അവിടെ ഉണ്ടാവും എന്നൊന്നും പറഞ്ഞില്ല കൃഷ്ണൻ. എന്താ ഇതിൻ്റെ അർത്ഥം അറിയോ? ജീവിതത്തിൽ നിങ്ങൾ ആർക്ക് എന്ത് പറഞ്ഞു കൊടുക്കുമ്പോഴും അവർ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മൾ ആർക്ക് എന്ത് പറഞ്ഞു കൊടുക്കുമ്പോഴും അവർ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അത് സ്വീകരിച്ച് മതിയാവൂ എന്ന് നിർബന്ധിക്കാനുള്ള അവകാശവും അധികാരവും നമുക്കില്ല. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ ഭംഗിയായി പറഞ്ഞു കൊടുക്കാം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ പിന്നെ വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത്. ഒരിക്കലും വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത്. ഹിന്ദുക്കൾക്ക് ഇത്രയും കാലം പറ്റിയിരുന്ന ചെറിയൊരു അബദ്ധം, അല്പം എന്തെങ്കിലും പഠിച്ച് അവർ വാദിക്കാനും ജയിക്കാനും ശ്രമിക്കും. ക്രിസ്ത്യാനികൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ, ബൈബിള്. അത് ഹിന്ദുക്കൾ വായിക്കുകയില്ല, ആരും അതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കില്ല. അത് വായിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ എന്ന്. മുസ്ലിങ്ങൾ അന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഖുർആൻ. അതവരെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു മതക്കാരും അത് വായിച്ചിട്ടില്ല, വായിക്കാൻ സാധ്യതയുമില്ല. അപ്പോ ആ ഒരു പുസ്തകം രണ്ടുപേര് പഠിച്ചാൽ മതി. പക്ഷെ നമുക്കങ്ങനെയല്ല. അടിസ്ഥാന ഗ്രന്ഥങ്ങൾ 2000-ഓളം വരും സംസ്കൃതത്തിൽ എഴുതിയത്. 10,000-ഓളം വ്യാഖ്യാനങ്ങളുണ്ട് സംസ്കൃതത്തിൽ എഴുതിയത്. 1,00,000-ഓളം ഉപാഖ്യാനങ്ങൾ മിനിമം 22 ഭാരതീയ ഭാഷകളിൽ എഴുതിയതുണ്ട്. ഇതെല്ലാം പഠിച്ച് വൈവിധ്യമാർന്ന ആചാര്യന്മാരുടെ വൈവിധ്യമാർന്ന വിഷയങ്ങളിലെ വൈവിധ്യമാർന്ന പുസ്തകങ്ങളെ ഗ്രന്ഥങ്ങളിൽ അനവധി കാലഘട്ടങ്ങളിൽ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് എഴുതിയിരിക്കുന്നതിൽ ആരെങ്കിലും വാദിക്കാനും ജയിക്കാനുമായിട്ട് ഇറങ്ങിയാൽ അത് വിജയിക്കില്ലെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ ഈ വരി ഓർമ്മിക്കുക. എന്ത് പഠിച്ചോ അത് പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക. കൗണ്ടറിങ് വരികയാണെങ്കിൽ ഞാൻ പഠിച്ചതനുസരിച്ച് ഇതാണ്. പല ഗ്രന്ഥങ്ങളിൽ പല രീതിയിൽ പറയുന്നുണ്ട്. അത് വളരെ
വളരെ വ്യക്തമായിട്ട് പറയുക തന്നെ വേണം. വിമർശനാത്മകമായിട്ടുള്ള ഏത് വരികൾ വരുമ്പോഴും തലകുനിച്ച് നിന്ന് ആ വിമർശനം സ്വീകരിച്ച് നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ തളച്ചു മറിയേണ്ട കാര്യമൊന്നുമില്ല. വിമർശനങ്ങൾ വരണം, വിമർശനങ്ങൾ ഉണ്ടാവണം. ഇന്നലെ ഞാൻ ഒരു യൂട്യൂബിൽ ഒരെണ്ണം മനോജെന്നോ മറ്റോ പറഞ്ഞ ഒരാള് ശക്തമായിട്ട് എന്നെ മതഭ്രാന്തൻ എന്ന് വിളിച്ചതിന് ഞാൻ കൗണ്ടർ ചെയ്തു. ആ കൗണ്ടർ ചെയ്തതിൽ അഭിനന്ദിച്ചുകൊണ്ട് കുറെ യൂട്യൂബിലെ പ്രവാഹം ഉണ്ടായി. ഈ അഭിനന്ദനത്തിന്റെ വരികൾ വന്നത് ആലപ്പുഴ ജില്ലയിലെ IISHന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള മറ്റൊരു ഗോപാലകൃഷ്ണൻ IISHന്റെ കോർഡിനേറ്റർ ഈ വിമർശനങ്ങൾക്ക് മറുപടി കൊടുത്തപ്പോൾ വന്ന അഭിനന്ദനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് വായിച്ചതിന് ശേഷം എന്നെ വിളിച്ചറിയിച്ചത് ആ മറ്റേ മനുഷ്യൻ വിമർശിച്ചത് എത്ര നന്നായി, മനോജ് എന്നാണെന്ന് തോന്നുന്നല്ല പേര്, മനോജ് വിമർശിച്ചത് എത്ര നന്നായി, വിമർശിച്ചില്ലായിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരുന്നോ. അത് മനോജ് KN എന്നെ മതഭ്രാന്തൻ എന്ന് വിളിച്ചത്. അദ്ദേഹത്തിന്റെ ആ വിമർശനം വന്നതല്ലേ സാറിന് ഇത്രയും തുറന്നടിച്ച് പറയാൻ അവസരം കിട്ടിയത് എന്നായിരുന്നു ഗോപാലകൃഷ്ണൻജി പറഞ്ഞത്. എൻ്റെ മനസ്സിലും അത് തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളെ ഒരാൾ വിമർശിച്ചത് കൊണ്ട് തലകുനിച്ച് നിൽക്കുകയോ അപകർഷതയോട് കൂടിയിട്ട് അതിൽ നിന്ന് വീണേടം വിഷ്ണുലോകം എന്ന് പറഞ്ഞ് ഉരുളുകയോ ചെയ്യുന്നതിന് പകരം എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവാങ്കൂറിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു. വളരെ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിനുള്ള ക്ലാസ്സാണ്. ത്രൂ ഔട്ട് കേരളയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ആ ക്ലാസ് ഒരു 1.5 മണിക്കൂർ പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിട്ട് 19 പേർക്ക് ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിത് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരാളൊരു ചോദ്യം ചോദിച്ചു, സാറ് ദേഷ്യപ്പെടാറുണ്ടോ എന്ന്. ഞാൻ അതിന് ഭംഗിയായിട്ട് മറുപടി കൊടുത്തു. അതും യൂട്യൂബിലുണ്ട്. പിന്നെ വേറൊരാൾ ചോദ്യം ചോദിച്ചു, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സാറിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ സാർ എങ്ങനെയാണ് അത് അഭിമുഖീകരിച്ചതെന്ന് ചോദിക്കേണ്ടായി. ഞാൻ അദ്ദേഹത്തിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സർ എനിക്കെതിരെ 2-3 മാസങ്ങൾക്ക് മുമ്പ് ശക്തമായിട്ടുള്ള വിമർശനങ്ങളല്ല സാർ ഉണ്ടായത്, പച്ച തെറിയാണ് പറഞ്ഞത് എനിക്കെതിരെ. 10-85 പേര് എനിക്കിട്ട് മാത്രമല്ല, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ വീട്ടുകാർക്കൂട്ട് ഈ ഫേസ്ബുക്കിൽ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ആരുടെയും തൊലി പൊള്ളിപ്പോവും സാർ. എന്നിട്ട് ഞാൻ അത്രയും വലിയ സദസ്സിൽ ഞാൻ അവരോട് പറഞ്ഞു, ഇത്രയും വ്യക്തികൾ എനിക്കെതിരെ അതിശക്തമായ ഭാഷയിൽ ഇങ്ങനെ അവഹേളിക്കുന്ന വിധത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഇതുപോലെയുള്ള വരികൾ എനിക്കെതിരെ വരുമ്പോൾ എങ്ങനെയാ അത് താങ്ങി നിൽക്കുക, തളരാതെ തകരാതെ വരളാതെ ഈ വിമർശനങ്ങൾക്ക് എങ്ങനെ ചങ്കൂറ്റത്തോടുകൂടി മറുപടി കൊടുക്കുകയും അത് താങ്ങി നിൽക്കുകയും ചെയ്യുമെന്ന് എന്നെ പഠിപ്പിച്ചവരാ അവര്. അങ്ങനെയുള്ള വരികൾ അവർ ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സദസ്സിലുള്ളവർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുക ചെയ്തത്. എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം ഞാൻ എന്നെ മറ്റുള്ളവർ പച്ച തെറി പറഞ്ഞു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വിചാരിക്കുക, അയ്യോ അങ്ങനെയുള്ള ഒരുവരെയാണോ പ്രഭാഷണത്തിന് വിളിച്ചത് ഈ ഇത്രയും സീനിയർ ഓഫീസേഴ്സിന്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കേണ്ടിയിരുന്നത്. ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം വിളിച്ചില്ലെങ്കിൽ വേണ്ട, എനിക്കെന്താ. പക്ഷെ സത്യമായിട്ട് തുറന്ന മനസ്സോടുകൂടി ഹിഡൻ അജണ്ട ഇല്ലാതെ പറയുമ്പോൾ സമൂഹം അത് 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന് പറയുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഈ SPTയിലെ അനുഭവം. ഞാൻ തിരിച്ചു വിഷയത്തിലേക്ക് വരാം. ഭഗവത്ഗീതയിലും കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ഇത് തന്നെയാണ്. നിനക്ക് സ്വീകരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, തിരസ്കരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നിന്റെ സാരഥിയായ സ്ഥിതിക്ക് ഞാൻ ഇത് പറഞ്ഞു തരുന്നു. ഈ വിമൃശ്യേതദശേഷേണ യഥേച്ഛസി തഥാ കുരു. അത് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആവശ്യമില്ലാതെ വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത്. അറിയാനും അറിയിക്കാനും മാത്രം ശ്രമിക്കാം. ആരെയും ചവിട്ടി പുറത്താക്കരുത്. എല്ലാവരെയും അടിച്ചകത്താക്കാനും സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.